തന്നിരിക്കുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന ക്രിയ ഏത്? ഓപ്ഷൻ എ ഉറക്കുക, ഓപ്ഷൻ ബി ചാടിക്കുക, ഓപ്ഷൻ സി ചിരിക്കുക, ഓപ്ഷൻ ഡി ഓടിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ വേറിട്ട് നിൽക്കുന്ന ക്രിയ ഏത് എന്നാണ്. ഉറക്കുക, ചാടിക്കുക, ചിരിക്കുക, ഓടിക്കുക. ഇതിൽ വേറിട്ട് നിൽക്കുന്ന ക്രിയ ഏതാണ്? ചിരിക്കുക എന്നുള്ളതാണ് വേറിട്ട് നിൽക്കുന്ന ക്രിയ. മറ്റുള്ള ക്രിയകളുടെയൊക്കെ പ്രത്യേകത എന്താ? ഉറക്കുക, ചാടിക്കുക, ഓടിക്കുക. ഇവയൊക്കെ എന്താ? മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്ന ക്രിയകളാണ്. ഈ മൂന്ന് ക്രിയകളും. അത്തരം ക്രിയകളെ പ്രയോജക ക്രിയകൾ എന്ന് പറയും. ചിരിക്കുക എന്ന് പറയുന്നത് ഒരാൾ സ്വയം ചെയ്യുന്ന ക്രിയയാണ്. അതിനാൽ തന്നെ പരപ്രേരണ കൂടാതെ സ്വയം ചെയ്യുന്ന ക്രിയകളെ കേവല ക്രിയ എന്നാണ് പറയുക. ചിരിക്കുക എന്നുള്ളത് കേവല ക്രിയയാണ്. ചിരിക്കുക, നടക്കുക, പറയുക ഇവയൊക്കെ കേവല ക്രിയകളാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ തുള്ളി അധികം ചാടി, ബി മുത്ത് അധികം അണിഞ്ഞു, സി നാമ്പ് അധികം ഉണരുന്നു, ഡി നിശ്ചലം പ്ലസ് അധികം ആയൊരു. പിരിച്ചെഴുതിയ 4 വാക്കുകളാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. തുള്ളിച്ചാടി എന്നുള്ള വാക്കിനെ പിരിച്ചെഴുതിയിരിക്കുകയാണ്. തുള്ളി അധികം ചാടി. മുത്തണിഞ്ഞു എന്ന വാക്കിനെ മുത്ത് അധികം അണിഞ്ഞു. നാമ്പുണരുന്നു എന്ന വാക്കിനെ നാമ്പ് അധികം ഉണരുന്നു. അപ്പം ഓപ്ഷൻ ഡി നിശ്ചലമായൊരു എന്ന വാക്കിനെ എങ്ങനെയായിരിക്കും പിരിച്ചെഴുതുന്നുണ്ടാവുക? നിശ്ചലം പ്ലസ് ആയൊരു എന്നാണ് നിശ്ചലമായൊരു എന്ന വാക്കിനെ പിരിച്ചെഴുതുക. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നിശ്ചലം പ്ലസ് ആയൊരു. നിശ്ചലം അധികം ആയൊരു എന്നാണ് പിരിച്ചെഴുതുമ്പോൾ എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടി പത്മനാഭന്റെ അശ്വതി എന്ന കഥയിൽ അശ്വതിക്ക് പറിച്ചു നട്ടതിനു ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യതയുണ്ടായിരുന്നു എന്ന വർണ്ണനയുടെ ആശയം എന്താണ്? ടി പത്മനാഭന്റെ അശ്വതി എന്ന കഥയിൽ അശ്വതിക്ക് പറിച്ചു നട്ടതിനു ശേഷം വാടിപ്പോയതിനാൽ വെള്ളം കിട്ടാത്ത ഒരു ചെടിയുടെ ദൈന്യതയുണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ വർണ്ണനയുടെ ആശയം എന്താണ് എന്നാണ് പറയേണ്ടത്. 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ അശ്വതിക്ക് ഉണങ്ങിപ്പോയ ചെടിയുടെ രൂപമായിരുന്നു, ബി അശ്വതിക്ക് കടുത്ത ദാഹമുണ്ടായിരുന്നു, ഓപ്ഷൻ സി അശ്വതി അന്യദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്, ഓപ്ഷൻ ഡി പറിച്ചു നടുന്ന ചെടികൾ പെട്ടെന്ന് വാടിപ്പോകും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അശ്വതി അന്യദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്. അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന് പറിച്ചു നട്ടതിനാലാണ് അശ്വതിക്ക് എന്ത് ദൈന്യം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മറ്റൊരു നാട്ടിൽ നിന്ന് മാറി വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചെടി പറിച്ചു നടുമ്പോൾ ചെടിക്ക് ഉണ്ടാവുന്ന പോലുള്ള മാറ്റം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്ന് പറയുകയാണ്. അടുത്ത ചോദ്യം, പഞ്ചവാദ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ മദ്ദളം, ഓപ്ഷൻ ബി ഇടയ്ക്ക, ഓപ്ഷൻ സി ഇലത്താളം, ഓപ്ഷൻ ഡി ചെണ്ട. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന 5 വാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞു വെച്ചാൽ ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ്. പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ്? മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, തിമില, കൊമ്പ് എന്നീ 5 വാദ്യങ്ങളെയാണ് പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത്. മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, തിമില, കൊമ്പ് എന്നീ വാദ്യങ്ങളാണ് പഞ്ചവാദ്യങ്ങൾ. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചെണ്ടയാണ് കൂട്ടത്തിൽ പെടാത്ത പഞ്ചവാദ്യം. അതായത് പഞ്ചവാദ്യങ്ങളിൽ പെടാത്ത വാദ്യമാണ് ചെണ്ട. ഇവണ്ണം എന്നത് എങ്ങനെ പിരിച്ചെഴുതാം? ഈ അധികം വണ്ണം, ഇവ അധികം വണ്ണം, ഈ അധികം വണ്ണം, ഇവ പ്ലസ് ണം. ഇവണ്ണം എന്നതിനെ എങ്ങനെയായിരിക്കും പിരിച്ചെഴുതുക? ഈ അധികം വണ്ണം എന്നുള്ളതാണ് ഇവണ്ണം എന്ന വാക്കിനെ പിരിച്ചെഴുതുക. ഇവ അധികം വണ്ണം, ഈ അധികം വണ്ണം എന്നുള്ളതൊക്കെ തെറ്റായ ഉത്തരാണ്. ഈ പ്ലസ് വണ്ണം, ഈ അധികം വണ്ണം എന്നുള്ളതാണ് ഇവണ്ണം എന്ന് പറയുന്നത്. അടുത്തത്, കൂട്ടത്തിൽ പെടാത്ത കൃതി ഏത്? ഓപ്ഷൻ എ ശാലിയത്തി, ഓപ്ഷൻ ബി കൂട്ടുകൃഷി, ഓപ്ഷൻ സി കാവിലെ പാട്ട്, ഓപ്ഷൻ ഡി എണ്ണിച്ചുട്ട അപ്പം. കൂട്ടത്തിൽ പെടാത്ത കൃതി.
ഈ 4 കൃതികളും ഇടശ്ശേരിയുടെ കൃതികളാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിട്ടുള്ള കൃതികളാണ് ഈ 4 എണ്ണം. ഇതിൽ 3 എണ്ണം നാടകങ്ങളാണ്, ഒരു കൃതി മാത്രം കവിതയാണ്. അതേതാന്ന് നോക്കാം. കാവിലെ പാട്ടാണ് ഇതിൽ ഇടശ്ശേരി എഴുതിയിട്ടുള്ള കവിത. ചാലിയത്തി, കൂട്ടുകൃഷി, എണ്ണിച്ചുട്ട അപ്പം എന്നിവയൊക്കെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിട്ടുള്ള നാടകങ്ങളാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതികളാണ് ഇവയെല്ലാം ഓർത്ത് വയ്ക്കുക. ചാലിയത്തി, കൂട്ടുകൃഷി, എണ്ണിച്ചുട്ടാപ്പം ഇതൊക്കെ ഇടശ്ശേരി എഴുതിയിട്ടുള്ള നാടകങ്ങളാണ്. കാവിലപ്പാട്ട് എന്ന് പറയുന്നത് ഇടശ്ശേരി രചിച്ചിട്ടുള്ള കവിതയാണ്. അടുത്ത ചോദ്യം, ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി. ഓപ്ഷൻ എ കേരള പാണിനീയം, ഓപ്ഷൻ ബി മലയവിലാസം, ഓപ്ഷൻ സി വ്യാകരണമിത്ര, ഓപ്ഷൻ ഡി ശബ്ദതാരാവലി. ഓപ്ഷൻ എ കേരള പാണിനീയമാണ് ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി. 1896 കേരള പാണിനീയം രചിക്കപ്പെട്ടിട്ടുള്ളത്. AR രാജരാജവർമ്മയാണ് കേരള പാണിനീയത്തിന്റെ കർത്താവ്. കേരള പാണിനി എന്നാണ് AR രാജരാജവർമ്മ അറിയപ്പെടുന്നത്. കേരള പാണിനി അഥവാ AR രാജരാജവർമ്മയാണ് എഴുതിയത് 1896. അടുത്ത ചോദ്യം, മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ S ഗുപ്തൻ നായർ, ഓപ്ഷൻ ബി NN പിള്ള, ഓപ്ഷൻ സി തിക്കൊടിയൻ, ഓപ്ഷൻ ഡി തകഴി. മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ്? മനസാ സ്മരാമി എന്ന് പറയുന്നത് S ഗുപ്തൻ നായരുടെ ആത്മകഥയാണ്. NN പിള്ളയുടെ ആത്മകഥയുടെ പേര് ഞാൻ എന്നാണ്. തിക്കൊടിയന്റെ ആത്മകഥയുടെ പേര് അരങ്ങു കാണാത്ത നടൻ എന്നുള്ളതാണ്. തിക്കൊടിയന്റെ ആത്മകഥ അരങ്ങു കാണാത്ത നടനാണ്. അരങ്ങു കാണാത്ത നടൻ തകഴി എഴുതിയ ആത്മകഥയാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ. തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. അപ്പൊ മനസാ സ്മരാമി എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? S ഗുപ്തൻ നായരുടെ ആത്മകഥയാണ്. NN പിള്ള എഴുതിയിട്ടുള്ള ആത്മകഥയാണ് ഞാൻ. തിക്കൊടിയന്റെ ആത്മകഥ എന്ന് പറയുന്നത് അരങ്ങ് കാണാത്ത നടനാണ്. തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. പ്രധാനപ്പെട്ട ആത്മകഥകളൊക്കെ ഓർത്തിരിക്കുക. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? ഓപ്ഷൻ എ PC കുട്ടിക്കൃഷ്ണൻ, ഓപ്ഷൻ ബി EV അയ്യപ്പൻ, ഓപ്ഷൻ സി MK മേനോൻ, ഓപ്ഷൻ ഡി EV കൃഷ്ണപിള്ള. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ അഥവാ മൂർഖനാട്ട് കൃഷ്ണൻകുട്ടി മേനോനാണ്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം എന്താണ്? ഉറൂബ് എന്നുള്ളതാണ്. VV അയ്യപ്പന്റെ തൂലികാനാമം കോവിലൻ എന്നുള്ളതാണ്. MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായിട്ട് അറിയപ്പെടുന്ന അവകാശികൾ എഴുതിയിട്ടുള്ളത് വിലാസിനിയാണ്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ എന്നറിയപ്പെടുന്ന അവകാശികൾ രചിച്ചിട്ടുള്ളത് MK മേനോൻ അഥവാ വിലാസിനിയാണ്. അടുത്ത ചോദ്യം, നന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? നന്ദി പ്രകടിപ്പിക്കുക, തുടക്കം കുറിക്കുക, അവസാനിപ്പിക്കുക, മടി തോന്നുക. നന്ദി കുറിക്കുക, ഒരു ചടങ്ങിനൊക്കെ നന്ദി കുറിക്കുക എന്ന് പറയും. നന്ദി കുറിക്കുക എന്ന
ചടങ്ങിന്റെ അർത്ഥം എന്ന ശൈലിയുടെ അർത്ഥം തുടക്കം കുറിക്കുക എന്നുള്ളതാണ്.